ലാലേട്ടൻ്റെ ആരാധനയായി തുടരാനുള്ള ആഗ്രഹം ചോദിക്കും. ബ്ലോഗ് എഴുതാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമ്മുടെ ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബ്ലോഗ് എഴുതുന്ന അസുഖമുണ്ട്. ആ ജേനുവൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ പുള്ളി ഇതുപോലെ എന്തോ നല്ല വണ്ണത്തിനും പറഞ്ഞ അന്നാണ് സിയാച്ചിനിലെ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് പിന്നെ കാണുന്നത് ക്യൂ നിൽക്കുന്നതിനെ പറ്റിയും രാജ്യസ്നേഹത്തെ പറ്റിയൊക്കെ ലാലേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ലാലേട്ടൻ ജയൻ വിഷുവിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ തീർത്തങ്ങ് നശിപ്പിച്ചതിന്. ഇപ്പോഴേ അടുത്തത് ഇങ്ങനെ തന്നെ സംഭവിച്ചു. ഇനി ലാലേട്ടനോട് പറയാലോ, ഈ തെറി വിളിച്ചവർ മൊത്തം ലാലേട്ടൻ്റെ കടുത്ത ആരാധകർ തന്നെയാണ്. ലാലേട്ടൻ എന്ന നടനെ ഒരുപാട് ആരാധിച്ചവരും സ്നേഹിച്ചവരും എന്തിനാ പറയുന്നത്, ഈ കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനമാണ്. നടന്മാരുടെ ലെവൽ വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ ഇതുപോലെ നടനില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കമ്പയർ ചെയ്യാൻ ആളില്ല. പക്ഷേ ഈ ബ്ലോഗ് അത് ഭയങ്കര ലോ ലെവലാണ്. താറ സെറ്റപ്പാണ്. ലാലേട്ടന് പറ്റിയ പണിയല്ല ഇത്. അപ്പോൾ ഇത്രയും ആരാധകർ ഉള്ളൊരു മനുഷ്യനെ ആ ആരാധകൻ തന്നെ ഇങ്ങനെ തിരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിന് കാര്യമായ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് മാത്രം ലാലേട്ടൻ ആലോചിച്ചാൽ മതി. അല്ലാതെ ഇതിനകത്ത് അതുണ്ടോ, അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയായിട്ട് വേറെ രീതിയിൽ ഇവർ എടുത്തതാണോ, എങ്ങനെയാണേലും ഇത് ശരിയാകത്തില്ല. ലാലേട്ടൻ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നത്? നിങ്ങൾ ലാലേട്ടന് ബ്ലോഗൊന്നും എഴുതരുത് കേട്ടോ. ഒരാൾക്ക് പോലും ഒരു വിരോധമോ അല്ലെങ്കിൽ ഒരു സ്നേഹക്കുറവോ ലാലേട്ടനോട് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടൻ്റെ പേഴ്സണൽ ലൈഫ് അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്നും പറഞ്ഞ് ഇവിടെ നമ്മൾ സമ്മതിക്കത്തില്ല. പക്ഷേ ഈ ബ്ലോഗ് എഴുതുമ്പോൾ എന്താണെന്നറിയത്തില്ല, അതങ്ങ് അങ്ങ് പാഴാവുക. അതുകൊണ്ട് ഇതിനകത്ത് ഇനി തന്നെ എഴുതുന്നതാണോ അതോ വല്ലതും ഇനി പറഞ്ഞിട്ട് ലാലേട്ടൻ ഈ സിനിമയിലൊക്കെ ഡയലോഗ് അടിക്കുന്നവൻ അടിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ പോലും വളരെ മോശമാണ്. നമുക്കിതൊന്നും വേണ്ട, നമുക്ക് ഈ ബ്ലോഗൊന്നും വേണ്ട, പോട്ര.